ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാജിക് ചെയിൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കിയില്ലേ? മാജിക് ചെയിൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം 2 ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ, 2 കളർ ത്രെഡ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് ചെയ്യുമ്പം അത് നോട്ട് വീഴാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും എല്ലാവരും അത് പരമാവധി നീറ്റായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ മാജിക് ചെയിൻ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഫില്ല് ചെയ്യണം. നമ്മൾ എടുക്കുന്ന മോട്ടീഫ് ഏതാണോ അത് ഫില്ല് ചെയ്യണം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്റ്റെമ്മാണ്. സ്റ്റെം സ്റ്റിച്ചും ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ്. ഒരു എടുക്കുന്ന പിക്ചറിനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റെമ്മും നമുക്ക് 3യിൽ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നല്ലോ എങ്ങനെ 3യിൽ ചെയ്യാമെന്ന്. ഒരു ത്രെഡിനെ എങ്ങനെ 3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കിയില്ലായിരുന്നു. അതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ആ 3 മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മാജിക് സ്റ്റിച്ചിൽ 2 കളർ ത്രെഡ് 3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ജോയിൻ ചെയ്താണ് ചെയ്തത്. പക്ഷെ ഇതിലങ്ങനല്ല. ഒരു കളർ ത്രെഡ് തന്നെ 3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനോട് നമുക്ക് സ്റ്റെമ്മ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. 6നോട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നീറ്റും പെർഫെക്റ്റ് ആയിട്ടും 3യിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി ഒരു ലൈൻ വരയ്ക്കുക. സ്റ്റെമ്മ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഞാനിവിടെ 6 തന്നെയാണ് കാണിക്കുന്നത്. സാധാരണ എംബ്രോയ്ഡറി ത്രെഡ് 6ൽ എടുത്തിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് 3യിൽ എടുത്തിട്ടും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റണ്ണിങ്ങിൽ ചെയ്തതുപോലെ തന്നെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ പോയിന്റിലൂടെ ഒന്നും കൂടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതാ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നീഡിൽ ഇവിടെ നിന്നും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നിന്ന് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ എൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ത്രെഡ് ഒരു സൈഡിലേക്ക് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത്. ഒരു സൈഡിലേക്ക് ത്രെഡ് ഇട്ട് വെച്ചതിന് ശേഷം ഈ നീഡിൽ വലിക്കുക. ഓക്കെ, ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ത്രെഡ് ഈ സൈഡിലോട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കരുത്. ഏത് സൈഡിലാണോ നമ്മൾ ആദ്യം ഇട്ടത് അതേ സൈഡിൽ തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ അത് മാറിപ്പോയാൽ ഓൾട്ടർനേറ്റീവ് സ്റ്റെം സ്റ്റിച്ചായി പോകും കേട്ടോ. ത്രെഡ് നമ്മൾ കറക്റ്റായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ സ്റ്റിച്ചേ മാറിപ്പോകും. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പം നമ്മൾ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ത്രെഡ് കീപ്പ് ചെയ്യണം.
നമുക്ക് ഈ പോയിന്റിലൂടെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ലോക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെം സ്റ്റിച്ച്. സ്റ്റെമ്മ് നമ്മൾ ഒരു ചെടീൻ്റെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യും. അതായത് അതിൻ്റെ തണ്ട് വരക്കില്ലേ, അപ്പോൾ അതായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫില്ലിംഗ് ആയിട്ടാണ്. ഓക്കെ അല്ലേ.